നമസ്കാരം. നിങ്ങൾ വിഡ്ഢികളാകുന്നത് അന്യരിൽ നിന്നല്ല, നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങളെ വിഡ്ഢികളാക്കുന്നത്. ഇന്ന് ഏപ്രിൽ ഫൂളാണ്, വിഡ്ഢികളുടെ ദിനം എന്നറിയപ്പെടുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി പേരെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്, നമ്മളെ ഒത്തിരി പേര് പറ്റിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ വിഡ്ഢികളാകുന്നത്? ജീവിതത്തിൽ നമുക്ക് പരിചയമില്ലാത്ത, നമ്മളെ അറിയാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. നമുക്കിഷ്ടമുള്ളവർ, നമുക്ക് വളരെ അടുത്തറിയാവുന്നവർ, നമ്മൾക്ക് വിശ്വാസമുള്ളവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ വിഡ്ഢികളാവുമോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇന്നുവരെ ആരെങ്കിലും വിഡ്ഢികളാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ വിശ്വസിച്ചവരായിരുന്നു. നമ്മളെ ആരെങ്കിലും വിഡ്ഢികളാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിശ്വസിച്ചവരായിരുന്നു. ശരിക്കും ഒരാളുടെ വിശ്വാസമല്ലേ മറ്റുള്ളവർക്ക് ചിരിക്കാനും കളിയാക്കുവാനും വിഡ്ഢികളുടെ ദിനം എന്നറിയപ്പെടുന്ന ഈ ദിവസം ആഘോഷിക്കുന്നത്. ഇന്ന് ഒരു ലോക്ക്ഡൗൺ നോട്ടീസ് എന്ന് പറഞ്ഞ് ലോക്ക്ഡൗൺ നോട്ടീസ്, അങ്ങനെ ഒരു മെസ്സേജ് കണ്ട് ഒത്തിരി പേര് നോക്കിയിട്ടുണ്ട് ഏപ്രിൽ ഫൂൾ. പക്ഷേ ഈ നോക്കിയവരുടെ എല്ലാം ആരുടെയും അല്ല, ഏറ്റവും വിശ്വാസമുള്ളവർ അയച്ചപ്പോഴാണ്, അല്ലേ? ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ, നമ്മൾ വിശ്വസിക്കുന്നവർ, അവരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. ചിലപ്പോൾ അവർ നമ്മളെ പറ്റിക്കാൻ പറയുന്നതായിരിക്കും, തമാശയ്ക്ക് പറയുന്നതായിരിക്കും. പക്ഷെ അത് നമ്മുടെ ദൗർബല്യമല്ല, നമ്മൾക്ക് അവരോടുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിഡ്ഢികളാകുന്നില്ല. ശരിക്കും ആരാണ് വിഡ്ഢികളാകുന്നത്? നമ്മൾ ആരെ വിശ്വസിക്കുന്നുവോ അവർ നമ്മളെ വിഡ്ഢികളാക്കുമ്പോൾ ശരിക്കും ആരാ വിഡ്ഢികളാകുന്നത്? നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളായിരിക്കും വിഡ്ഢികളാകുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ എല്ലാവരെയും വിശ്വസിക്കണമെന്നില്ല. ഏറ്റവും അടുപ്പമുള്ളവരായാലും ഏറ്റവും ഇഷ്ടമുള്ളവരായാലും എല്ലാവരെയും വിശ്വസിക്കരുതെന്നാണ് ശരിക്കും ഇത് പറയുന്നത്, അല്ലേ? എല്ലാവരെയും എപ്പോഴും വിശ്വസിക്കുന്നത് ചിലപ്പോൾ മണ്ടത്തരങ്ങൾ പറ്റും. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് എന്നും ഒരു വിലയുണ്ട്, നമ്മുടെ ട്രസ്റ്റിന്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഡ്ഢികളല്ല. നമ്മൾ ശരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്ന് പറയും. എന്നാലും നമുക്ക് പറ്റില്ല. നമുക്ക് ചിലരെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലരെ കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏപ്രിൽ ഫൂൾ ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ വിഡ്ഢിയായി എന്ന് കരുതണ്ട. കാരണം നിങ്ങളല്ല വിഡ്ഢികൾ, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ വിഡ്ഢികളാക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.